ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം എന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ടല്ല ലോങ് വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ കാരണം ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് വയ്യായ്ക വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് വയ്യായ്ക വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു മടിയും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ കറക്റ്റായിട്ടല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തു പോകുന്നത്. ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സാറ്റർഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇക്കായും സാറായും ഒക്കെ ഓഫീസും സ്കൂളും ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു ഫ്രീ ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാം, കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പല പ്രാവശ്യവും ഈ ഒരു കുക്കർ മുട്ടക്കറി ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ടേബിളിലേക്ക് കഴിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ തേങ്ങാപ്പാൽ മുട്ടക്കറിയുടെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ എടുക്കുന്നത് നൈസ് പത്തിരിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ മുട്ടക്കറിയിൽ കുറച്ച് ബീഫ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറിയും അതുപോലെ തന്നെ മുട്ടക്കറിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഈ ഒരു കറി എന്ന് പറയുന്നത്. അപ്പോൾ ബീഫ് കറി എല്ലാം കൂടെ ചേരുന്നത് കൊണ്ട് തന്നെ നൈസ് പത്തിരിയുടെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത മുട്ടക്കറി എന്ന് പറയുന്നത് പത്തിരിക്ക് അടിപൊളിയാണ്. അപ്പോൾ ബീഫും കൂടെ ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇരട്ടി ടേസ്റ്റായി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം സ്ട്രോബെറി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് ഞാനും കുട്ടികളൊക്കെ കുറച്ച് കഴിച്ചു. നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ്. പുളിപ്പിനേക്കാളും കൂടുതൽ സ്വീറ്റാണ് ഇപ്പോഴത്തെ സ്ട്രോബെറീസിലൊക്കെ കൂടുതൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്. അതുകൊണ്ട് തന്നെ ഇക്കായും മക്കളും ഒക്കെ വീട്ടിലുണ്ട്, ഇക്കായും സാറായും ഒക്കെ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ലഞ്ചിന് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കുറച്ച് കൊഴുവ അല്ലെങ്കിൽ നെത്തോലി, നമ്മുടെ കുഞ്ഞു മീനുണ്ടല്ലോ, അത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് സൈഡിലേക്ക് വെച്ചു. പിന്നെ നമ്മൾ തലേ ദിവസം രാത്രി കുറച്ച് വൻപയർ സോക്ക് ചെയ്യാനായിട്ട് ഒരു ബൗളിൽ വെച്ചിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇനി ചെയ്യണം. പിന്നെ കുറച്ച് പ്രോൺസും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെരുംജീരകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എല്ലാം ക്വാണ്ടിറ്റി വൈസ്, നെത്തോലി ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നെന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു മീലല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പൊതിച്ചോറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതിച്ചോറാകുമ്പോഴത്തേനും നമുക്ക് കറികളുടെ ക്വാണ്ടിറ്റി ഒരുപാട് വേണ്ട, പല കറികൾ കുറച്ച് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോൺസ് അതുപോലെ തന്നെ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതിച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പൊതിച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി അത് പൊതി കെട്ടി ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചാലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഫുഡ്, ഇപ്പം ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും നോർമൽ മീൽസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ആ കഴിക്കുന്ന ടൈമിൽ റെഡിയായാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ സെറ്റാകണം. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൊതിച്ചോറെന്ന് പറയുന്നത് പണി കുറച്ച് കൂടുതലായിട്ടുള്ള, കുറച്ച് ടാസ്ക് പിടിച്ച ഒരു ഐറ്റം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ പൊതിച്ചോറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിച്ചണിൽ കയറണം. അപ്പോൾ രാവിലെ കയറിയാൽ നമുക്ക് ഉച്ചയോട് കൂടിയിട്ട് എങ്കിലും രാവിലെ നമ്മൾ കയറി എല്ലാം പൊതിയൊക്കെ കെട്ടി വെച്ചാലേ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേനും കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണേലും വളരെ തിരക്ക് പിടിച്ചിട്ട് എന്തായാലും പൊതിച്ചോറ് കുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്താണേലും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു കുക്കിംഗ് ഡേ തന്നെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ചൂട് ചോറ്
റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫിഷൊക്കെ അത്യാവശ്യം വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഡീപ്പായിട്ട് ഫ്രൈ ആവണം. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് തേങ്ങാ ചമ്മന്തി, പിന്നെ കുറച്ച് പ്രോൺസ് ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മുടെ കുക്കറിലൊക്കെ ഇട്ട് നന്നായിട്ട് 1-2 വിസിലൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച വൻപയർ. അതിനിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പൊതിച്ചോറ് കെട്ടൽ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് തിരക്ക് കാരണം വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും എനിക്ക് അത്യാവശ്യം വേണ്ട പാർട്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൻപയർ തോരനാണ്, വൻപയർ തോരൻ. പിന്നെ നമ്മൾ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള കറികളൊന്നും റെഡിയാക്കിയിട്ടില്ല. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, അതായത് ഈ പൊതിച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വീട്ടിലും ഓരോ കംഫർട്ടായിട്ടുള്ള കറികളായിരിക്കും പൊതിച്ചോറിന് വേണ്ടി ഓരോരുത്തരും ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പൊതിച്ചോറ്, ഇപ്പം വഴുതനങ്ങ പൊരിച്ചത് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം വീട്ടിൽ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഇക്കാക്ക് വഴുതനങ്ങ പൊരിച്ചതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഓരോ ആളുകൾക്കും പൊതിച്ചോറിന് അവരവരുടെ ഫേവറേറ്റ്സ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ കടയിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പൊതിച്ചോറ് വാങ്ങിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അതിലത്തെ 1, 2, 3 കറികൾ നമുക്ക് ഇഷ്ടപ്പെടാം. എന്നാൽ ബാക്കിയുള്ള അവരുടെ തോരൻ, അവരുടെ മെഴുക്കുവരട്ടി ഒന്നും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ കംഫർട്ടായിട്ടുള്ള കറികളായിരിക്കില്ല ആ റെസ്റ്റോറൻറ്റുകാർ ആ ഒരു പൊതിച്ചോറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കെട്ടിയാൽ മാത്രമേ നമുക്ക് പൊതിച്ചോറും കാര്യങ്ങളൊക്കെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ച് നമ്മുടെ കംഫർട്ടായിട്ടുള്ള കറികൾ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറെന്ന് പറയുന്നത് ഒരു കൊച്ചു പൊതിച്ചോറാണ്, ഒരു പാവം കൊച്ചു പൊതിച്ചോറാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് കറികൾ എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു സിമ്പിൾ പൊതിച്ചോറ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ സാറ്റർഡേയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. സൺഡേയ്സിൽ അത്ര വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഇപ്പോൾ നമ്മുടെ വീട്ടിലില്ല. എന്നാന്ന് വെച്ചാൽ ഇക്ക രാവിലെ ഡെസേർട്ട് ഡ്രൈവിന് പോയി കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിയുമ്പോഴത്തേനൊക്കെയാണ് ഇക്ക വരുന്നത്. അപ്പോൾ എങ്ങനെയാണേലും കാര്യമായിട്ടുള്ള ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഒന്നും ഇക്ക വീട്ടിലേക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാറ്റർഡേയ്സിലാണ് ഇപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് വീക്കെൻഡ്സിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കലും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ പൊതിച്ചോറെല്ലാം കെട്ടി വെച്ചു. പൊതിച്ചോറിൻ്റെ അകത്ത് ഞാൻ 3 പൊതിയാണ് കെട്ടിയത്, സാറായ്ക്കും ഇക്കാക്കും എനിക്കും. അപ്പോൾ പൊതിച്ചോറിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് നല്ല വത്തൽമുളകൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഉള്ള കുറച്ച് തേങ്ങാ ചമ്മന്തി, വൻപയർ തോരൻ, പ്രോൺസ് ഫ്രൈ, നമ്മുടെ നെത്തലി ഫ്രൈ, പിന്നെ ഒരു എഗ് ഓംലെറ്റും ചമ്മന്തിയും ഇല്ലാത്ത ഒരു പൊതിച്ചോറ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എല്ലാവർക്കും അങ്ങനെ ആകണം എന്നില്ല, നമുക്ക് അങ്ങനെയാണ്. പിന്നെ കുറച്ച് ഫിഷ് പിക്കിള് നാട്ടിൽ നിന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫിഷ് പിക്കിള്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ട് കുറച്ച് സ്പീഡിൽ കുക്ക് ചെയ്തു, പൊതിച്ചോറ് കെട്ടിവെച്ചു. അതുകൊണ്ട് തന്നെ ഒരു 1.5-2 മണിക്കൂർ ഇരുന്ന് അതിനുശേഷം ഓപ്പൺ ചെയ്ത് കഴിച്ചപ്പോഴത്തേനും ഭയങ്കര സ്വാദായിരുന്നു. അപ്പം ആ വാഴയില വാടിയിരിക്കുന്നതൊക്കെ ആ ഒരു ആ ഒരു ഡള്ള് കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വാഴയില നന്നായിട്ട് വാട്ടി കേട്ടോ, വാഴയില നന്നായിട്ട് വാട്ടി അതിനുശേഷം ഒരു 1.5-2 മണിക്കൂർ നമ്മൾ കെട്ടിവെച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ നമ്മൾ കറങ്ങാനൊക്കെ പോകുമ്പോൾ ഈ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പൊതിച്ചോറ് കെട്ടിയതിന് ശേഷം ഇപ്പോൾ ഏതെങ്കിലും വഴിയരികിലൊക്കെ പോയിരുന്ന് കഴിക്കുക എന്ന് പറയാം. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് അതൊന്നും നടപടി ആവുന്നില്ല. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ആഗ്രഹം തോന്നുമ്പോൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ അതിനുശേഷം പൊതിച്ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോൾ ഓരോ ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയുടെ കൂടെ നമ്മൾ ചിക്കൻ നഗ്ഗറ്റ്സും അതുപോലെ തന്നെ മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും. അപ്പം നഗ്ഗറ്റ്സും ചായയും കൂട്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായ കുടി പരിപാടി എന്ന് പറയുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പൈസി നഗ്ഗറ്റ്സും നല്ല ചൂട് പതപ്പിച്ച ചായയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ
രാത്രി നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തിയും രാവിലെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന അസയും മുട്ടക്കറി ഉണ്ടല്ലോ, അസയും മുട്ടക്കറി. അപ്പോൾ ഇന്ന് രാവിലെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തത് കൊണ്ട് ഡിന്നറിനും കൂടെ എടുത്തേച്ച് ഇതങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയും ആ ഒരു മുട്ടക്കറിയുമാണ് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിന്നറും കഴിച്ചു. അപ്പോൾ എൻ്റെ പൊതിച്ചോറെന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പൊതിച്ചോറിൻ്റെ ആ കുക്കിങ്ങും വിശേഷങ്ങളും കിച്ചൺ വിശേഷങ്ങളും കാര്യങ്ങളും പൊതി കെട്ടുന്നതും പൊതി തുറക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കുറച്ചും കൂടെ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സമയത്തിൻ്റെ പരിമിതി മൂലം പലതും സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. എന്നാൽ പറ്റുന്നത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് മോക്ക് കൊടുത്തു. അതിനുശേഷം എനിക്ക് മുട്ട രാവിലെ ബോയിൽ ചെയ്ത് കഴിച്ചതുകൊണ്ട് ഇപ്പോൾ ബോയിൽ ചെയ്ത് കഴിക്കാനല്ല തോന്നിയത്. ലാസ്റ്റ് വന്ന കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിയിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചാലും എനിക്ക് അത്യാവശ്യം വേവണം. അപ്പം വെന്തതിന് ശേഷം അത് തിരിച്ചും മറിച്ചും ഇട്ട് അതാണ് ഞാൻ ചപ്പാത്തിക്ക് കറിയായിട്ട് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ മുട്ടക്കറിയിൽ മാത്രം ഇട്ടിട്ടല്ല, ഞാൻ പൊട്ടറ്റോ കറിയിലും അതുപോലെ തന്നെ കടലക്കറിയിലും എന്തിനും നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലോ, നമ്മുടെ ചിക്കൻ കറി, മട്ടൻ കറി, ഇറച്ചിക്കറി ബാക്കി ബാലൻസ് വന്നാൽ പോലും അതിലേക്കൊരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് അതും ചേർത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ എങ്ങനെയാണേലും നമ്മൾ ഈ വർസാൻ സിലിക്കൺ ഒയാസിസ് ഈ ഒരു ഏരിയയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തണുപ്പ് വളരെ കൂടുതലാണ് ഈ ഒരു ഏരിയയിലേക്ക്. കഴിഞ്ഞ ദിവസം കസിൻ്റെ വീട്ടിൽ പോയി കിസൈസിലൊക്കെ പോയപ്പോഴത്തേനും അത്യാവശ്യം തണുപ്പൊന്നും അങ്ങനെ കാര്യമായിട്ട് ഏൽക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തണുപ്പാണ് ഈ കിസൈസ് കരാമ ഏരിയയിലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ഏരിയയിൽ തണുപ്പ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു ചൂട് കട്ടനും വെച്ചിട്ടാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടേസ്റ്റി ഡിഷസ്, അതായത് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ, അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലൈറ്റായിട്ട് എന്തെങ്കിലും മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കേക്ക് എടുത്ത് കഴിച്ചു. അതിനുശേഷം പിന്നെയും നമ്മുടെ ഗ്രീൻ പീസ് കടലയുണ്ടായിരുന്നു, അതും കുറച്ച് കുറിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഫുഡ് അടിക്കൽ കലാപരിപാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.